സാധാരണ ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ചങ്കൂറ്റം മാത്രം മതി രാഷ്ട്രീയത്തിൽ വരാൻ, ബുദ്ധിയുടെ ആവശ്യമില്ല എന്നൊരു പൊതുധാരണയുണ്ട്. പക്ഷേ ശരിയല്ല. രാഷ്ട്രീയ നേതാവായിട്ട് ജീവിതത്തിൽ തുടരണമെന്നുണ്ടെങ്കിൽ വക്രബുദ്ധിയെങ്കിലും ആവശ്യമാണ്. പക്ഷേ പാണ്ഡിത്യവും ബുദ്ധിയും ഉള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ചങ്കൂറ്റത്തോട് കൂടെ അതും കൂടിയുള്ളൊരു നേതാവ് നമ്മുടെ അതിഥിയായി ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ KS രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ, നമ്മളിപ്പോൾ ഇരിക്കുന്നത് എറണാകുളം നഗരത്തിലാണ്. രാധാകൃഷ്ണൻ ധാരാളം അലഞ്ഞു തിരിഞ്ഞിട്ടുള്ളൊരു സ്ഥലം. വലിയൊരു കോളേജ്, മഹാരാജാസ് പോലൊരു കോളേജിൽ പ്രൊഫസറായിരുന്നു. തൊട്ടപ്പുറത്ത് കുറച്ച് മാറി വൈസ് ചാൻസലറും ആയിരുന്നു. ഈ നഗരം രാധാകൃഷ്ണൻ എന്താണ് തന്നിട്ടുള്ളത്? ഈ നഗരമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ തന്നിട്ടുള്ളൊരു സംഗീതത്തിൽ മഹാരാജാസ് കോളേജാണ്. എന്താണ് മഹാരാജാസ് കോളേജ് തന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മവിശ്വാസമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഏത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഒരു വിദ്യാർത്ഥിക്ക് നൽകേണ്ടത് ആത്മവിശ്വാസമാണ്. ബാക്കിയൊക്കെ അവന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ പഠിക്കുന്ന കാലത്ത് വലിയ പ്രൊഫസേഴ്സ് ഉണ്ടായിരുന്നു. അവരോടൊപ്പം തന്നെ ഏതാണ്ട് ദൈക്ഷണിക ജീവിതത്തിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടായിരുന്നു. വിവിധ വിഷയങ്ങളിൽ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ. അവരുമൊക്കെ ആയിട്ട് നമുക്ക് ഇടപഴകാനുള്ള അവസരം, സംവാദം ചെയ്യാനുള്ള അവസരം, അങ്ങനെ വിപുലമായ ഒരു അക്കാദമിക അന്തരീക്ഷത്തോടൊപ്പം ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ളൊരു കരുത്ത്, ആത്മവിശ്വാസം, അത് എനിക്ക് നൽകിയത് മഹാരാജാസ് കോളേജാണ്. ഈ കുടുംബ പശ്ചാത്തലം അത്ര ദാരിദ്ര്യമൊക്കെ ഉള്ളത്? പിന്നെ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് മാറ്റിവെച്ച ഒരു നേരത്തെ ഭക്ഷണമല്ല, ഭക്ഷണം കിട്ടാതെ മരിക്കാനുള്ള സാധ്യതയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷം അന്നുണ്ടായിരുന്നു. എൻ്റെ മാത്രമല്ല കേട്ടോ അന്ന്. അത് പൊതുവേ ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ വന്നിരുന്ന വിദ്യാർത്ഥികളിൽ ഒരു 80% പേരും ദാരിദ്ര്യമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വന്നിരുന്നത്. ആ ദാരിദ്ര്യത്തിൻ്റെ റേഞ്ചിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ചിലർക്ക് 2 നേരം പട്ടിണിക്കാരുണ്ടാകും, ചിലർ 3 നേരം പട്ടിണിയുണ്ടാകും, ചിലർ മുഴുപ്പട്ടിണിയാകും, ചിലർക്ക് അങ്ങനെയല്ല കഷ്ടി ആഹാരം കഴിച്ചു പോകാനുള്ള സാഹചര്യം. ഇങ്ങനെയൊക്കെ അല്ലാതെ ഈ വളരെ സമ്പന്നരായി അങ്ങനെ വരുന്ന ഒരു കക്ഷി അങ്ങനെ കണ്ടിട്ടില്ല. എൻ്റെ സ്നേഹിതന്മാരിൽ അങ്ങനെ ഒരു ക്യാഷ് പോക്കറ്റിലിട്ട് വന്നിരുന്ന ഒരാൾ ഈ കൃഷ്ണനാണ്. ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വലിയ മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം മഹാരാജാസ് കോളേജിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് BSc മാത്തമാറ്റിക്സിലും MSc മാത്തമാറ്റിക്സിലും റാങ്ക് കിട്ടിയ വിദ്യാർത്ഥിയാണ്. അഡ്വക്കേറ്റ് ഈശ്വര അയ്യരുടെ മകനായിരുന്നു. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നല്ല തടിയൊക്കെ ഉണ്ട്, സുമുഖനുമാണ്. വരുന്നത് തന്നെ ഒരു ആനച്ചന്തത്തിലാണ് വരുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോക്കറ്റിൽ വിൽസ് സിഗരറ്റും കാശും ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ പെട്ടെന്ന് ഓർക്കുന്നു ഈ കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞപ്പോൾ. കൃഷ്ണനെക്കുറിച്ച് ഓർക്കാനും പറയാനും ഒരു അവസരം ഉണ്ടായാലും വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു റേഞ്ച് അന്നത്തെ മനസ്സിലായല്ലോ. അതുപോലെ വേറൊരാളുണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നത് TS രാധാകൃഷ്ണൻ. വേറെ ഒരുപാട് പേരുണ്ട്, നമ്മുടെ സംഗീതജ്ഞൻ. അപ്പോൾ TS രാധാകൃഷ്ണൻ അന്നത്തെ വിദ്യാർത്ഥികളുടെ ഒരു വലിയ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രപ്രവർത്തനമൊന്നുമല്ല, സത്യത്തിൽ ബാങ്കിലെ ജോലിയാണ്. ബാങ്കിൽ ജോലി കിട്ടണം എന്നുള്ളതാണ്. പത്രപ്രവർത്തനത്തേക്കാൾ കുറേ കൂടി സുരക്ഷിതമാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ വീട് വെക്കാൻ കുറഞ്ഞ പലിശക്ക് ലോൺ കിട്ടും, എപ്പോൾ വേണമെങ്കിലും ലോൺ കിട്ടും, പിന്നെ നല്ല ശമ്പളവുമാണ്. ഒരു കോളേജ് അധ്യാപകന് കിട്ടുന്നതിനേക്കാൾ വലിയ ശമ്പളം അന്ന്, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിന് കിട്ടുന്നതിനേക്കാൾ വലിയ ശമ്പളം ബാങ്കിലെ ജീവനക്കാരന് കിട്ടിയിരുന്ന ഒരു കാലത്ത് എങ്ങനെയായാലും ബാങ്കിൽ ജോലി കിട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്ന ഒരാളാണ് TS രാധാകൃഷ്ണൻ. അപ്പോഴാണ് TS രാധാകൃഷ്ണൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ സംഗീതം പഠിക്കാൻ ഗൗരവത്തിൽ തീരുമാനിച്ചു എന്ന് പറയുന്നത്. എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. കാരണം അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ സംഗീതം കൊണ്ട് അങ്ങനെ ഉപജീവനം കഴിഞ്ഞു പോകും? എൻ്റെ പ്രൈമറി കൺസേൺ അതാണ്. മനുഷ്യന് ഉപജീവനം കഴിക്കാനുള്ളൊരു സാഹചര്യം സംഗീതം കൊണ്ടുണ്ടാകുമോ എന്നുള്ളതാണ്.
അപ്പോൾ സത്യത്തിൽ ഈ ശാസ്ത്രീയ സംഗീതം കേൾക്കാനുള്ള ഒരു താല്പര്യം എന്നിലുണ്ടാക്കിയത് TS രാധാകൃഷ്ണനാണ്. ഞാനിപ്പോൾ ഇടയ്ക്കെന്നല്ല മിക്കവാറും കുറച്ച് സമയം ജീവിതത്തിൽ അത് കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു എന്നുവെച്ചാൽ സംഗീതം അറിയാവുന്ന അങ്ങനെ അതിൻ്റെ രാഗം വിസ്തരിച്ച് അങ്ങനെയൊന്നുമല്ല, താളം പിടിക്കാൻ പോലും അറിയില്ല. പക്ഷെ എന്നാൽ ഇത് കേൾക്കുന്നത് ഇഷ്ടമായി. TM കൃഷ്ണയ്ക്ക് അറിയാമല്ലോ. അല്ല, അതിൻ്റെ ഒരു തകരാറ് എന്തായാലാമെന്നറിയാമോ? ഇപ്പോൾ ഈ കർണാടക സംഗീതത്തിൽ നമ്മുടെ 3 മാസ്റ്റേഴ്സ്, ഗ്രേറ്റ് മാസ്റ്റേഴ്സ്, അവരുടെ 3 പേരുടെയും സാഹിത്യത്തിൻ്റെ കൃതികളുടെ ഈ സ്ഥായി ഭാവം എന്ന് പറയുന്നത് ഭക്തിയാണ് വരുന്നത്. ത്യാഗരാജൻ, ദീക്ഷിതർ, ശ്യാമശാസ്ത്രി, ഈ 3 പേരുടെയും നമ്മൾ കേൾക്കുന്നതാണല്ലോ, നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടത്. അത് വരുന്നത് ഭക്തിയാണ്. ആ പാരമ്പര്യമാണ് കർണാടക സംഗീതത്തിൽ പിന്നീട് വന്നേക്കുന്ന വാഗ്ഗേയകാരന്മാരെല്ലാം തന്നെ പിന്തുടർന്നിട്ടുള്ളതെന്നാണ് എൻ്റെ ചെറിയ ഒരു അനുഭവത്തിൽ നിന്ന് പറയാവുന്നത്. ചിലപ്പോൾ മറിച്ചുള്ളവരും കണ്ടേക്കാം, എനിക്കറിയില്ല. അപ്പോൾ അത് നമ്മളിങ്ങോട്ട് കേൾക്കുന്നതോടുകൂടി മനസ്സ് വല്ലാതെ ആർദ്രമായി ഒരുതരം അരിസ്റ്റോട്ടിൽ പറയുന്ന ഒരു കഥാർസിസ് തന്നെ നടക്കും. ഒരു ശുദ്ധീകരണം മനസ്സിൽ നടക്കാൻ സാധ്യതയുണ്ട്, നടക്കും എന്ന് തന്നെയാണ്. നമ്മൾ അതുവരെയുള്ളൊരു ആളായിരിക്കില്ല. 1 മണിക്കൂർ നമ്മൾ ഈ ശാസ്ത്രീയ സംഗീതം കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം, ചിലപ്പോൾ ആ മാറ്റം ദീർഘകാലം നീണ്ടു നിന്നില്ലായിരിക്കും, പക്ഷെ എന്നാലും ഫോർ ദ ടൈം ബീയിങ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കും. TM കൃഷ്ണയുടെ ഏറ്റവും വലിയ പ്രശ്നം ആ കാര്യം മാത്രം സംഗീതത്തിലില്ല എന്നുള്ളതാണ്. ചില IAS വൃത്തമഞ്ജരിയും ശബ്ദധാരാവലിയും വെച്ച് കവിത എഴുതുന്നത് പോലെയാണ് TM കൃഷ്ണയുടെ സംഗീതം കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. കാരണം ബാക്കിയൊക്കെ കറക്റ്റാണ്, മറ്റതില്ല. യേശുദേവൻ്റെ ഭാഷയിൽ പറയണമെങ്കിൽ കാരമില്ലാത്ത ഉപ്പ് പോലെ ഉപയോഗശൂന്യമായി TM കൃഷ്ണയുടെ സംഗീതം മാറുന്നില്ലേ എന്ന് വെറും പാട്ട് കേട്ട് മാത്രം പരിചയമുള്ള, ഇതിൻ്റെ സാങ്കേതികത്വം ഒന്നും അറിയാത്ത, സംഗതി തിരിച്ചറിയാൻ പോലും കഴിയില്ലാത്ത ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവമാണത്. തിരിച്ച് നമ്മൾ മഹാരാജാസിലേക്ക് TS രാധാകൃഷ്ണനിലേക്ക് പോയാൽ, രാധാകൃഷ്ണൻ സംഗീതം പഠിക്കാനായിട്ട് പോയി. അവർ ക്യാമ്പസിലുള്ളപ്പോൾ തന്നെ ആ ഫിലോസഫിയിലെ ആളുകൾ പൂരപ്പറമ്പ് എന്ന് പറഞ്ഞൊരു നാടകം ചെയ്തിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. RK ദാമോദരൻ അന്ന് തന്നെ സിനിമയിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ മറ്റേ രവിവർമ്മ ചിത്രത്തിൻ രതിഭാവമേ എന്നുള്ള പാട്ട് എഴുതി അത് വലിയ ഹിറ്റായി. അവനൊരു താരശോഭയിലല്ലേ ക്യാമ്പസിൽ നടന്നിരുന്നത്. അത് 2-3 കാര്യം ഈ നമ്മൾ സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള സിനിമയിലെ സുന്ദരിമാരായ നായികമാരെ അടുത്ത് കാണാൻ സൗഭാഗ്യം ഉണ്ടായവനെന്ന നിലക്ക് ആൺപിള്ളേർക്ക് അവനോട് അസൂയയും ഉണ്ടായിരുന്നു. ഈ രാധാകൃഷ്ണൻ പഠിക്കുന്ന കാലത്ത് മമ്മൂട്ടി ഉണ്ടോ, സീനിയറാണോ? മമ്മൂട്ടി എൻ്റെ വളരെ സീനിയറാണ്. ഞാൻ അവിടെ പ്രീ ഡിഗ്രിക്ക് ചേർന്ന വർഷം മമ്മൂട്ടി അവിടെ നിന്ന് ഡിഗ്രി കഴിഞ്ഞു പോയി. മമ്മൂട്ടി അന്ന് ലോ കോളേജിൽ പഠിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പക്ഷേ മമ്മൂട്ടി ചേർന്നത് ലോ കോളേജിലാണെങ്കിലും പഠിച്ചിരുന്നത് മാരേജ് കോളേജിലാണ്. അപ്പോൾ അങ്ങനെ മിക്കവാറും പേർക്ക് ഒരു ധാരണ മമ്മൂട്ടി മാരേജ് കോളേജിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ഇതാണ്. അതെപ്പോഴും പറയാറുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കോളേജായിട്ടും ഈ അച്ഛൻ വെളിച്ചപ്പാടായിരുന്നു. ഏത് ക്ഷേത്രത്തിൽ കൂടുതലുണ്ടോ? ആ ക്ഷേത്രം സമുദായത്തിന് വിട്ടുകൊടുത്ത് ചെറായിലെ രുദ്രമാല ഭഗവതി ക്ഷേത്രം. അച്ഛൻ ഈ വെളിച്ചപ്പാടായിരുന്നപ്പോൾ അത് സ്വകാര്യ ക്ഷേത്രമായിരുന്നു? അല്ല, എൻ്റെ മുത്തച്ഛൻ വൈദ്യനായിരുന്നു. അതെ, തൃപ്പൂണിത്തുറ രാജാവ് പഠിപ്പിച്ചതാണ്. വിഷവൈദ്യ തമ്പുരാൻ എന്ന് പറഞ്ഞൊരു തമ്പുരാനുണ്ടായിരുന്നു. നിങ്ങൾ ഈ രായകന്മാർ, പിന്നെ ബ്രാഹ്മണിക്കൽ, ഹെജിമണി തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാക്കുകളൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ കേട്ട് വരാറുണ്ട്. ഇടതുപക്ഷ സെക്കുലറുകാർക്കൊക്കെ ഇത് വലിയ പ്രിയപ്പെട്ട വാക്കുകളാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കൊച്ചി രാജ്യത്ത് ഈ വിഷം തീണ്ടുന്നവരുടെ എണ്ണം കൂടി വന്നപ്പോൾ അവരെ ചികിത്സിക്കാൻ ആളുകൾ വേണം. അപ്പോൾ ഞങ്ങളുടെ വിഷവൈദ്യ തമ്പുരാൻ, കൊച്ചി തമ്പുരാക്കന്മാരോട് പൊതുവേ കൊച്ചിക്കാരായ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ മമതയാണ് ഇപ്പോഴും. കാരണം അവർ വലിയ മാന്യന്മാരായിരുന്നു എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ അന്നും ഇന്നുമൊക്കെ ജീവിക്കുന്നത്. ചെറായി രാമദാസിനില്ല, ചെറായി രാമദാസിന് വേണമെന്നില്ല. ഞാൻ പറഞ്ഞ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ തമ്പുരാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വിവിധ ജാതികളിൽ പെട്ടിട്ടുള്ളവരെ തിരഞ്ഞു പിടിച്ചിട്ട് അവരെ വിഷവൈദ്യം പഠിപ്പിച്ചു വിട്ടു.
എന്നിട്ട് ഇവർക്ക് ജീവിക്കാനായി കരവൊഴിവായി കുറച്ച് ഭൂമിയും കൊടുത്തു. 2 പ്രതിജ്ഞ എടുക്കണമായിരുന്നു. ഒന്ന്, വീട് വിട്ടു പോകാൻ പാടില്ല ചികിത്സക്കല്ലാതെ. 2ാമത്തെ കാര്യം, ആരുടെ അടുത്ത് നിന്ന് പണവും വാങ്ങിക്കാൻ പാടില്ല. ഇതായിരുന്നു അതിൻ്റെ ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥ പ്രകാരം ചികിത്സ നടത്തിയിരുന്ന ഒരാളായിരുന്നു എൻ്റെ അപ്പൂപ്പൻ, അച്ഛൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ അവിടെ ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടായിരുന്നു. ചക്കരക്കട നമ്മുടെ ഇതില്ലേ, സഹോദരനയ്യപ്പനില്ലേ, സഹോദരനയ്യപ്പൻ്റെ നെയ്ബറാണ് ഞങ്ങൾ. ഞാൻ ഈ അടുത്ത് അവിടെ പോയപ്പോൾ, ഞാൻ ജനിച്ചത് ആ വീട്ടിലാണ്. ആ വീടിൻ്റെ അവിടെയൊക്കെ നോക്കി. ഇപ്പോൾ അതൊക്കെ മാറിപ്പോയി, എന്നാലും കുറച്ചു നേരം ഒന്ന് നോക്കി നിന്ന്. എൻ്റെ അച്ഛനൊക്കെ ജീവിച്ച സ്ഥലമാണല്ലോ. അച്ഛൻ നേരത്തെ മരിച്ചുപോയി, വളരെ നേരത്തെ മരിച്ചു. ഞാൻ 10ാം ക്ലാസ് ജയിച്ച് നാളെ മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ, ഇന്ന് മരിക്കുകയാണ്. അതോടുകൂടി എൻജിനീയർ ആകണം എന്ന ദുർമോഹം ഞാൻ ഉപേക്ഷിച്ചു. പക്ഷെ അടുത്ത ദിവസം അഡ്മിഷന് പോയി? അല്ല, അടുത്ത ദിവസം പോയില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് അഡ്മിഷന് ചെന്നത്. അഡ്മിഷന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രൊഫസർ KX ജോൺ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും എൻ്റെ ഈ വിദ്യാർത്ഥി ജീവിതത്തിലും അധ്യാപക ജീവിതത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു പ്രിൻസിപ്പലാണ് അദ്ദേഹം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ കുട്ടികളോട് ഇത്രയും വാത്സല്യവും കാരുണ്യവും സൂക്ഷിച്ചിരുന്ന ഒരു പ്രിൻസിപ്പൽ വേറെ ഉണ്ടായിട്ടില്ല. അപാര കാരുണ്യം ഉണ്ടായിരുന്നു. ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബഭാരം സ്വാഭാവികമായിട്ട് എൻ്റെയും എൻ്റെ ഒരു മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ തലയിൽ വന്നു. അന്ന് എത്ര മക്കളാണ്? അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കുണ്ടായിരുന്നത്, എനിക്ക്, ഞാൻ, ചേട്ടൻ, അനിയൻ, 2 അനിയത്തിമാർ. അതിലൊരു കുട്ടി മരിച്ചുപോയി. അവളൊരു ക്രോണിക് എപ്പിലെപ്റ്റിക് പേഷ്യൻ്റ് ആയിരുന്നു, മരിച്ചുപോയി. ബാക്കി ഞങ്ങൾ ഇപ്പോൾ ചേട്ടനും മരിച്ചുപോയി. ഞങ്ങൾ 3 പേര് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ജോലി ചെയ്തു കുടുംബം നോക്കാൻ? ഞങ്ങൾ ഈ മുക്കുവരായതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ജോലി മീൻപിടുത്തമാണ്. അത് ജന്മനാ നമുക്ക് വശമുള്ളൊരു കാര്യമാണ്. ഞാൻ അച്ഛൻ്റെ കൂടെയും അതിന് പോയിട്ടുണ്ട്. കാരണം അന്ന് അങ്ങനെയൊക്കെ പോയാലേ അന്ന് ജീവിച്ചു പോകാൻ പറ്റൂ. അതൊരു ത്യാഗമായിട്ടോ അല്ലെങ്കിൽ വലിയ ക്രെഡിറ്റായിട്ടോ പറയുന്നതല്ല, അങ്ങനെ ധരിക്കരുത്. അന്നത്തെ ഒരു ജീവിത രീതി അതായിരുന്നു. കുട്ടികളുമൊക്കെ ജോലി ചെയ്താൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോകൂ. അത് അത്രയ്ക്കേറെ. അന്നത്തെ ഒരു രാഷ്ട്രീയത്തിലൊരു മുദ്രാവാക്യം രാമൻ ഓർക്കുന്നുണ്ടോ? അരിയെവിടെ, തുണിയെവിടെ, പറയൂ പറയൂ സർക്കാരെ എന്നാണ്. ഇന്ന് അങ്ങനൊരു മുദ്രാവാക്യം മാവോവാദികൾ പോലും പറയാറില്ല. അന്ന് അത് പക്ഷേ ഉണ്ട്. അന്ന് തുണിക്ക് ക്ഷാമമുണ്ട്, അരിക്ക് ക്ഷാമമുണ്ട്, ബാക്കിയുള്ളതിൻ്റെ കാര്യം പറയാനുമില്ല. രോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ വന്നത് തന്നെ മാറിക്കുക എന്നല്ലാണ്ട് ഈ രീതിയിൽ അന്ന് സ്വകാര്യ ആശുപത്രികളില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എറണാകുളത്ത് വരുന്നൊരു സ്വകാര്യ ആശുപത്രി ലിസിയാണ്. അത് കഴിഞ്ഞ് ലൂർദ് വന്ന്, അത് കഴിഞ്ഞാണ് പിന്നെ പുളിക്കൻ ആദ്യകാലത്ത് ഒരു ഒറ്റമുറിയിൽ ഒരു ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരുന്നതാണ്. അതിൽ നിന്നാണ് പിന്നെ പുളിക്കൻ ഒരു സാമ്രാജ്യം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പിന്നെ ഈ ആശുപത്രികൾ വരുന്നത്. ഇന്ന് ഏത് രോഗം വന്നു കഴിഞ്ഞാലും, ചുമ വന്നു കഴിഞ്ഞാലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണുന്നൊരവസ്ഥ. അതങ്ങനെ ചിന്തിക്കാൻ നിവൃത്തിയില്ല. ഈ കവയിത്രി വിജയലക്ഷ്മി, നമ്മുടെയൊക്കെ സുഹൃത്ത്, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഭാര്യ, അവരൊരിക്കൽ എഴുതി കണ്ടിട്ടുണ്ട്, രാധാകൃഷ്ണൻ അന്നും ഇന്നും യാഥാസ്ഥിതികനാണ്. എന്താണ് അതിൻ്റെ ഒരു കാര്യം? ഈ അച്ഛൻ വെളിച്ചപ്പാടായതുകൊണ്ട്? അല്ല, അതുകൊണ്ടല്ല. അതെന്താ രാമ, അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വളരെ ചെറുപ്പത്തിൽ ചേട്ടനും ഒക്കെ മരിച്ച്, അച്ഛനും മരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനും മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ഏൽക്കേണ്ടി വന്നു. ഒരു കുടുംബത്തിൻ്റെ ഭാരം ചെറുപ്പത്തിലെ ചുമക്കേണ്ടി വരുന്ന ഒരാൾക്ക് ഗൗരവക്കാരനായിരിക്കാനേ പറ്റൂ. നമ്മുടെ ഒരുപാട് ഗൗരവത്തിനാണോ യാഥാസ്ഥിതികത്വം? അപ്പോൾ പറയും, ഞാൻ അതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം അത് വിജയലക്ഷ്മി പറയുന്ന ഒരു കാര്യം ഇന്നും, ഇപ്പം എത്ര കൊല്ലമായിട്ടുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്? 50 കൊല്ലമെങ്കിലാണ്. പക്ഷേ വിജയലക്ഷ്മി ഇന്നും വിശ്വസിക്കുന്ന ഒരു കാര്യം വിജയലക്ഷ്മി എഴുതിയിട്ടുണ്ടത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന ഭാരത്തെ എൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ ഒരു ഗൂഢവിദ്യയായിരുന്നു അവരുടെ വിവാഹം എന്നാണ്. കാരണം ഇതിനെടുത്ത് എൻ്റെ തലയിൽ വെച്ച് തന്ന് ഞാൻ അന്ന് തുടങ്ങിയത് ചുമക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും അവരൊരു വിവാഹം കഴിക്കണം എന്നൊരു നിർബന്ധിച്ചതൊക്കെ ഞാനാണ്.
ആ പശ്ചാത്തലം ഈ പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അതെ. ബാലേന്ദ്രൻ ചുള്ളിക്കാടുമായിട്ട് രാധാകൃഷ്ണൻ അലഞ്ഞു തിരിഞ്ഞിരുന്ന ഭാഗം കൂടി പറയണ്ടേ? ബാലനുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയോ ബന്ധപ്പെട്ടു പോയതാണ്. കവിത ഞാൻ തമാശക്ക് രാമൻ്റെ അടുത്തും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, 50,000 കവികളുള്ള കേരളത്തിൽ കവിത വായിക്കുന്ന 500 പേരേ ഉള്ളൂ, അതിലൊരാൾ ഞാനാണെന്ന് പറയാറുണ്ട്. അപ്പോൾ കവിത വായിക്കുന്നൊരു ശീലമുള്ളതിൻ്റെ പേരിൽ അവൻ്റെ കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കവിതകൾ വായിച്ചിട്ടുണ്ട്, അവൻ്റെ കവിതകൾ. പക്ഷേ അവൻ്റെ കവിതകൾ വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. എന്നോട് ബാലൻ പറഞ്ഞത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. രാധാകൃഷ്ണനെ കണ്ടുമുട്ടുന്നത് ഒരു കവിയരങ്ങിലാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രാധാകൃഷ്ണൻ കവിത എഴുതിയിരുന്നു എന്നുള്ളത് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ രഹസ്യമൊക്കെ ഒന്നും പറയരുത്. ഒരു 4-5 വൃത്തവും അത്യാവശ്യം പദസ്വാധീനവും ഈ മലയാളത്തിലെ പ്രാമാണികർ എന്ന് ഞാൻ വിശ്വസിക്കുന്ന കവികളുടെ എല്ലാം കവിത വായിച്ചിട്ടുള്ള ഒരു സംസ്കാരവും ഉണ്ടായിട്ടും ഞാൻ കവിത എഴുതിയില്ല എന്നുള്ളത്, എഴുതാൻ കഴിവുണ്ടായിട്ട് എഴുതിയില്ല എന്നുള്ളത് മലയാള ഭാഷയ്ക്ക് ഞാൻ നൽകിയ മഹത്തായ സംഭാവനയാണ്. അതിൻ്റെ കാരണമുണ്ട്. കാരണം ബാലൻ്റെ കവിത വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇത് എൻ്റെ വഴിയല്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം കവിതയുടെ ഒരു ഭാഷയുണ്ട് എന്നുള്ള കാര്യം എൻ്റെ തലമുറയിൽപ്പെട്ടവരിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബാലനിലാണ്. വിജയലക്ഷ്മി വലിയ കവിയാണ്, അല്ലാന്നല്ല പറയണം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയം ഉണ്ടായിരുന്നത് ബാലനായതുകൊണ്ടാണ്. സരസ്വതി സമ്മാനത്തിനൊക്കെ അർഹനാണ് ആര്? ബാലൻ. അത് അറിയില്ലേ, അവനൊരു അയ്യോ ഇവൻ ചെയ്തേക്കണ ദ്രോഹത്തിനോ വല്ല കണക്കണ്ട. അവനെന്തോ ഈ ചെറുപ്പക്കാരുടെ ജ്ഞാനപീഠം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സംസ്കൃതി അവാർഡ് എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര തുകയുള്ള അവാർഡ്. ഈ വണ്ടികളുടെ പേരിലൊക്കെ ഉണ്ട് JCB പുരസ്കാരം. അതല്ല, ഇതങ്ങനെയല്ല. ഇത് ഈ ജ്ഞാനപീഠക്കാർ തന്നെ കൊടുക്കുന്ന പുരസ്കാരമാണ്. ഏണ്ടൊരു വലിയ തുകയുണ്ട്. അന്ന് 50,000 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 50,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പുരസ്കാരം ഇത് പ്രഖ്യാപിച്ചപ്പോഴേക്കും ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് വേണം ഇങ്ങനെ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, നമുക്ക് പ്രസ് ക്ലബ്ബിൽ പോകണം, പ്രസ് ക്ലബ്ബിൽ പോയിട്ട് പുരസ്കാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരസ്കാരമാണെന്നൊക്കെ പറഞ്ഞ് അവൻ കുറേ വാചകമൊക്കെ അടിച്ച് ഇതെല്ലാം അവിടെ വെച്ച് ഇതെല്ലാം പോയി ആളുകളൊക്കെ ഇങ്ങനെ അത്ഭുത സ്തബ്ധരായിട്ടിരുന്ന് ഞങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞടാ, ഭക്ഷണം കഴിക്കാനടക്കം ഒന്നുമില്ല കയ്യിൽ, നീ എവിടെ നിന്നെങ്കിലും കുറച്ച് കാശ് കടം മേടിച്ചതാ. ഇതാണ് ഇത്. അത് ബാലൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അല്ലല്ല, അതൊക്കെ ശേഷമൊന്ന് പുരസ്കാരം കിട്ടുന്ന അതിനൊക്കെ ശേഷമാണ്. പക്ഷേ ഈ പുരസ്കാരം കിട്ടുന്ന സമയത്തും കാശില്ല. ലോകത്ത് വേറെ ആരാണെങ്കിലും 50,000 രൂപ മേടിച്ചിട്ട്. പക്ഷേ കവിതയുടെ കാര്യത്തിൽ അവനൊരു നിലപാടുണ്ട്. അവൻ കവിതയിൽ മാത്രം കളവ് പറയില്ല. അതാണ് അവൻ്റെ ഒരു കവിതയിൽ, അവൻ്റെ കവിതയുടെ ഒരു യോഗ്യതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ്. കവിതയിൽ കളവ് പറയില്ല. കാരണം അത് അത്ര ഗൗരവത്തിൽ അവൻ എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഈ ഹോസ്റ്റലിൽ പിന്നെ എൻ്റെ കൂടി വന്ന് അതൊക്കെ എല്ലാം കഴിഞ്ഞതിനൊക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഈ വിജയലക്ഷ്മിയെ കണ്ടുമുട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കവിതാ മത്സരത്തിലാണ് യൂണിവേഴ്സിറ്റിയിൽ. MG കേരള യൂണിവേഴ്സിറ്റിയാണ്. അത് ഫസ്റ്റ് പ്രൈസ് വിജയലക്ഷ്മി. അന്നത്തെ വിജയലക്ഷ്മിയുടെ കവിത അല്ല, വിജയലക്ഷ്മിയുടെ കവിതയാണ് നല്ലത്. അന്ന് ബാലൻ്റെ കവിതയാണ് നല്ലതെന്നൊക്കെ ഞങ്ങൾ ഒരു മഹാരാജാ സ്പിരിറ്റ് വെച്ച് പറഞ്ഞെങ്കിലും, കാരണം സെൻറ്റ് തെരേസാസുകാർ നമ്മുടെ വർഗശത്രുക്കളാണല്ലോ, പറഞ്ഞെങ്കിലും വിജയലക്ഷ്മിയുടെ മനോഹരമായ കവിത. അത് വിധികർത്താവായിരുന്നത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. അപ്പോൾ കടമ്മനിട്ട രാമകൃഷ്ണൻ ഞങ്ങളെല്ലാം അന്ന് ഒരുമിച്ച് മദ്യപിക്കുകയും സൗഹൃദം പങ്കിടുകയൊക്കെ ചെയ്യുന്ന കാലമാണ്. പക്ഷേ എന്നിട്ട് പറഞ്ഞ് നിൻ്റെ കവിതയല്ല, നിൻ്റെ കവിതയൊക്കെ നല്ലത് അവളുടെ കവിത തന്നെയാണ്, അതാണ് അവൾക്ക് കൊടുത്തതെന്ന് യാതൊരു മറിയും കൂടാതെ ബാലൻ്റെ അടുത്ത് പറയുന്നതിന് ഞാൻ സാക്ഷിയുമാണ്. അപ്പോൾ അങ്ങനെ കണ്ട് പരിചയപ്പെട്ടാണ് പിന്നെ അവർ പ്രണയമായി. ഇവർ രണ്ടുപേരും 2 കവികൾ ഒരുമിച്ച് ഇങ്ങനെ സഞ്ചരിക്കലായി. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അന്നൊരു സേഫ്റ്റിയുടെ പ്രശ്നവും കൂടി ഉണ്ടല്ലോ. കാരണം അതല്ലെങ്കിൽ ഈ പോലീസ് ഗീലീസൊക്കെ ശല്യപ്പെടുത്തുമല്ലോ. അങ്ങനെയാണ് ഈ സുഭാഷ് പാർക്കിൽ ഞങ്ങളെല്ലാം കൂടി യോഗം ചേർന്നിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ വിവാഹിതാകണം എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം വിജയലക്ഷ്മിക്ക് ഇത്രയും കൊല്ലമായി അവളുടെ മകൻ വലിയ പദവിയിലായി, അവൻ സ്വിറ്റ്സർലൻഡിൽ വലിയ PhD ഒക്കെ ചെയ്ത് എൻജിനീയറിങ്ങിന് വലിയൊരു അക്കാഡമീഷ്യനായിട്ടും ആ ദേഷ്യം വിജയലക്ഷ്മിക്ക് മാറിയിട്ടില്ല. നിങ്ങളുടെ മുറിയിൽ ഇടയ്ക്ക് P. കുഞ്ഞിരാമൻ നായരൊക്കെ വരും, ഒരുപാട് പേര് വന്നിട്ടുണ്ട്.
കുഞ്ഞിരാമൻ നായർ വന്നിട്ടുണ്ട്. കുഞ്ഞിരാമൻ നായർ അങ്ങനെയാണ്. കുഞ്ഞിരാമൻ നായർ രാമ ഒരു അടിമുടി കവിയാണ്. നമ്മളങ്ങനെ പറയില്ലേ? അതെ, അടിമുടി കവിയാണ് കുഞ്ഞിരാമൻ നായരുടെ കവിത. ഈ പുരുഷ ഈ ശരീരമെടുത്ത് വന്ന് ഈ കവിത ശരീരമെടുത്ത് വന്ന് നിൽക്കുന്നതാണ് കുഞ്ഞിരാമൻ നായർ. അത് ഗദ്യം എഴുതിയാലും കവിതയായിരിക്കും. ഒരു മുറുക്കാൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിരാമൻ നായർ വന്നിട്ട് അപ്പോൾ 82ാമത്തെ നമ്പർ മുറി, എനിക്ക് ആ മുറിയുടെ. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ കിഴക്ക് വശത്താണ് എൻ്റെ ജനൽ. അപ്പോൾ കുഞ്ഞിരാമൻ നായരും ഞങ്ങൾ 3 പേരും കൂടിയൊക്കെ നടന്ന് പിടിച്ചിട്ട് മുറിയിൽ വന്ന്. അത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കവികളൊക്കെ ഒരു വിദ്യാർത്ഥിയുടെ മുറിയിൽ വരെയാണ്. അപ്പോൾ മുറിയിൽ അവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത്, അപ്പോൾ നിലാവ് പൂർണ്ണചന്ദ്രനാണ് ഇങ്ങനെ ഉദിച്ച് പൊങ്ങി വരുന്നു. ആ പൊങ്ങി വന്ന സമയത്ത് നിലാരശ്മികൾ ഇങ്ങനെ വന്നിട്ട് ഇതിൽ വീഴാണ് വെറ്റിലയിൽ. അപ്പോഴാണ് ഇതിങ്ങനെ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരുന്നിട്ട് പറഞ്ഞു, ഓ രാധാകൃഷ്ണ, നിലാവും ചുണ്ണാമ്പും മാറിപ്പോകുന്നു എന്ന്. ഇതൊരു കവിക്കല്ലാതെ ലോകത്താർക്കും പറയാൻ കഴിയില്ല. പിന്നെ അത് മാത്രമോ, ആ കളിയച്ചനിൽ എന്താണ് കാണിച്ചു വച്ചിരിക്കുന്നത്? അമ്മ തൊഴുതല്ലേ വായിക്കാൻ പറ്റുള്ളൂ. ഗുരുവായൂരപ്പനെ കാണുന്നൊരു രംഗമുണ്ട്. ലോല പിതാംബരച്ചാർത്തുകൾക്കപ്പുറം പീലി മുടി വനമാലകൾക്കപ്പുറം പ്രീതി പൊലിമതൻ പൊൻതിടമ്പാം മഹാജ്യോതിസ്വരൂപനെ കാണുന്നതില്ലയോ. ഡോണ്ട് യു സീ ഇറ്റ് എന്നാണ്. ഐ ഹാവ് സീൻ ഇറ്റ്, ഡോണ്ട് യു സീ ഇറ്റ്. ഇങ്ങനെ ചോദിക്കാൻ വായനക്കാരോട് കഴിഞ്ഞിരുന്ന കവിയാണ് കുഞ്ഞിരാമൻ നായർ. ഞാനിത് കണ്ടിരിക്കുന്നു, ആ കണ്ടതാണ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ആ കാളിയജനിലേക്ക് വരുമ്പോഴേക്കും എന്താണ്, ഇന്നൊരു വേഷവും കിട്ടാതെ അലയുന്നു ഒന്നാം കിടക്കാരനാകാൻ കൊതിച്ചവൻ. വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉള്ളതാണ്. മൂടി മാറാലയിൽ ചാടീകയങ്ങളിൽ വീടിനെ തേടിയൊരോർമ്മകൾ കൂടിയും. ഓർമ്മകളാണ് ഇതിനകത്തൊക്കെ വീഴുന്നത്. ഇത് കുഞ്ഞിരാമൻ നായർ വന്നിട്ടുണ്ട്, 2-3 വട്ടം വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി അലഞ്ഞേരിയുന്ന കാലത്ത് ഒരിക്കൽ പി ഗോവിന്ദപിള്ള ഒരു അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലഞ്ഞേരി നടക്കുകയാണ്. എങ്ങനെയാണ് അലഞ്ഞു തിരിയലല്ല, എൻ്റെ ഒരു എന്താ പറയേണ്ടത്, അന്ന് ഇങ്ങനെയൊന്നുമല്ല രാമ. അന്നിപ്പോൾ നമ്മുടെ ഒരു പ്രൊഫസർ ഇന്നൊരു പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകം തേടിപ്പിടിച്ച് വായിക്കുന്ന 2 പേരെങ്കിലും ആ ക്ലാസ്സിലുണ്ടായിരിക്കും. യു ഹാവ് ദ സെയിം എക്സ്പീരിയൻസ്. ഇന്നൊരു പുസ്തകമുണ്ട്, അത് വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ശ്രമം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും. എൻ്റെ വിഷയം മലയാളം അല്ലായിരുന്നു, പക്ഷെ ഞാൻ MK സാനുവിൻ്റെ ക്ലാസ്സിൽ ഇടയ്ക്ക് കയറിയിരിക്കും. തോമസ് മാത്യു, നമ്മുടെ തുറവൂർ വിശംബരൻ, ഇവരെയൊക്കെ ക്ലാസ്സിലൊക്കെ ഇടയ്ക്ക് കയറിയിരിക്കും. കാരണം ഞാൻ പഠിക്കുന്ന സുവോളജി തല്ലിപ്പുളി ആയതുകൊണ്ട്. അങ്ങനെ സാനു മാഷ് ഒരിക്കൽ ആ പ്രസംഗത്തിൽ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഡാൻസ് ഓഫ് ശിവ. ആ പുസ്തകം പിന്നീട് ഒരുപാട് തപ്പി നടന്നിട്ട് പിന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ എൻ്റെ അടുത്ത് എനിക്ക് ആനന്ദകുമാരസ്വാമി ഡാൻസ് ഓഫ് ശിവ. എൻ്റെ അടുത്ത് ഈ ഇമ്മാനുവൽ കാൻ്റ് ഒരു ഗ്രേറ്റ് ഫിലോസഫറാണെന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥനായ പ്രൊഫസർ കെ രാമേന്ദ്രൻ നായരാണ്. അദ്ദേഹമാണ് എന്നെ ഫിലോസഫി ഇപ്പോൾ ഗോവിന്ദപിള്ള അത് ഗോവിന്ദപിള്ളയിലേക്ക് വരെയാണ്. അപ്പോൾ ഗോവിന്ദപിള്ളയുടെ ഭാര്യ രാജമ്മ ടീച്ചർ ഈ പറയുന്ന ഒരു വിപ്ലവവും ഇല്ല, യോതൊന്നുമില്ല. രാജമ്മ ടീച്ചർ തീർത്തും വളരെ ഒരു ട്രഡീഷണൽ കുടുംബം സംരക്ഷിച്ച് നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് അത് ഈ ഗോവിന്ദപിള്ളയ്ക്ക് ഇങ്ങനെ ഈ ലോകം മുഴുവൻ നടന്ന് പ്രസംഗിക്കാനൊക്കെ ഉള്ള അവസരം ഒരുക്കി കൊടുത്ത് മക്കളെയൊക്കെ വളരെ ചിട്ടയോടുകൂടി നന്നായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു ടീച്ചറാണ്. എനിക്ക് വളരെ ബഹുമാനമുള്ളതാണ്. ഞാൻ തിരുവനന്തപുരത്ത് ചെയർമാനായി പോയപ്പോഴും VC ആയി പോയപ്പോഴും തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞാൻ ടീച്ചറെ കയറി കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഒരുക്കേണ്ടായിരുന്ന രാധാകൃഷ്ണൻ പറഞ്ഞ് ഇവിടെ ആകെ അമ്മയെ കാണാൻ വരുന്ന ഒരാൾ ഞാനാണ് എന്ന് പറയുകയും ചെയ്തു. എനിക്ക് വലിയ ആദരവുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹം ഇവിടെ ഈ ദേശാഭിമാനിയുടെ പത്രാധിപരായിട്ട് എറണാകുളത്തുണ്ട്.
അപ്പോൾ അങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ ടീച്ചറുടെ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു കാപ്പി കിട്ടും എന്നൊരു അന്നതൊരു വലിയ സംഭവമാണ്. അങ്ങനെ ഉദ്ദേശത്തിൽ തന്നെ പോകുന്നതാണോ? അങ്ങനെയല്ല, കിട്ടിയാൽ ഒട്ടും മുഷിയില്ല. അങ്ങനെ ഒരു ദുരുദ്ദേശവും കൂടി ആ സഞ്ചാരങ്ങളിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കില്ല. കാരണം നിഷേധിക്കാൻ ആവശ്യമായ വസ്തുതകളില്ല. അപ്പോൾ അങ്ങനെ അവിടെ പോയി വരുമ്പോഴാണ് വൈകുന്നേരം ഇദ്ദേഹം എഴുത്തച്ഛൻ്റെ ഭാഗവതം കുളിച്ച് ഈറനുടുത്ത് വായിച്ചു കൊണ്ടിരിക്കുന്ന രംഗത്തിന് അന്ന് രാമേന്ദ്രൻ നായരും സാറും ഉണ്ട് ഞങ്ങളുടെ കൂടെ. അതെയോ? ആ, ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ ഈ ബാലനുമായിട്ടുള്ള ബന്ധമെന്ന് വെച്ചാൽ ഞാൻ ഇമ്മാനുവൽ കാൻറ്റിനെ വായിക്കാൻ വന്നിട്ട് ഇമ്മാനുവൽ കാൻറ്റിനെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആവേശഭരിതനായി. അപ്പോൾ ഇതൊരുത്തനെ പറഞ്ഞ് കേൾപ്പിക്കണ്ടേ? ഫിലോസഫിയിൽ ഏതെങ്കിലും ഒരുത്തന് ഇത് പറഞ്ഞാൽ കേൾക്കാൻ നിൽക്കുമോ? അപ്പോൾ എൻ്റെ എല്ലാ പീഡനങ്ങളും സഹിച്ചുകൊണ്ട് ഫിലോസഫി പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ബാലേന്ദ്രൻ. അല്ല, പി ജിയുടെ അവിടെ ചെല്ലുമ്പോൾ പ്രഹ്ലാദസ്തുതിയാണ്. ദുർജടിം ലോകൈകനാഥം നരസിംഹം ആർജവ വീര്യപരാക്രമവാരിധം അഗ്നിനേത്ര ലോകവ്യാപ്ത ജിഹ്വാമുഖം അഗ്നിവിഭൂതിസ്വരൂപണമവ്യയം അഷ്ടഭുജുഷ്മകാനന്ദ വിജൃംഭണം ദുഷ്ടനാശനഖദന്തം നമാമ്യഹം ആകാശജ്യോതിസ്ഫുരജ്യോതിരാദിമം സ്തോകേതരാനന്ദ വിഗ്രഹം ശാശ്വതം പാകാരി ഭർഗംബുജവാസപൂജിതം ലോകാതിനായകം വിഷ്ണും നമാമ്യഹം. ഇത് മനോഹരപിള്ള ചൊല്ലുന്നതാണ്. അദ്ദേഹത്തിന് അതൊക്കെ നന്നായിട്ട് ചൊല്ലാനും അറിയാമായിരുന്നു. നല്ല അക്ഷരസ്ഫുടത ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഒരിക്കൽ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരി ചിരിക്കാറുണ്ട്. ഇതൊക്കെ ഓരോ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ഈ ഓട്ടൂരിൻ്റെ കാര്യം. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്. അപ്പോൾ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ള പണമുണ്ട്. അപ്പോൾ അത് രാവിലെ വേണ്ട, ഉച്ചയായി കഴിഞ്ഞാൽ ഒരു 12 മണിയാകുമ്പോൾ രത്നയിൽ പോയിട്ട് ഒരു ഊണ് കഴിക്കാം. അപ്പോൾ രത്നയിൽ നമ്മളൊരു സ്ഥിരം കക്ഷി അവിടെ ഇടയ്ക്ക് ഞങ്ങളുടെയൊക്കെ ഫോട്ടോ ഒക്കെ വരച്ചു വെച്ചിരുന്നു. പൈസ കൊടുക്കാത്തവരെന്നാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് സ്ഥിരം. അപ്പോൾ അവിടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ പോയി ഊണ് കഴിക്കാമെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ കട്ടൻ ചായ കിട്ടും. അതവിടെ വെച്ചേക്കാം, ആരും കുടിക്കില്ല ബാക്കിയുള്ളവർ. ഞങ്ങളതും കുടിക്കും. അതൊക്കെ കുടിച്ചിങ്ങനെ വന്നിരിക്കുമ്പോൾ ഇവൻ തിയറി അവതരിപ്പിച്ചു. ബാലൻ ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് വന്നിട്ടുണ്ട്. അയാളെന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത്. അയാൾ ശ്രീകൃഷ്ണനെക്കുറിച്ച് മാത്രം കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു. അന്ന് ഒട്ടൂര് അമൃതാനന്ദമയി മഠത്തിലല്ല. ഉണ്ട് അല്ല, അവിടെയാണ്. അവിടെ നിന്ന് വന്നതാണ്. ഇവിടെ ഒരു മൂസത മറ്റുണ്ടായിരുന്നു, ജഡ്ജ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. എനിക്ക് ആ വീടൊന്നും അറിയില്ല. ഒരു മൂസത ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു അവിടെ. വാര്യം റോഡിലോ മറ്റോട്ടാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ് ഇയാൾ എന്തൊരു വൃത്തിയോടാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇയാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ആവേശഭരിതരായിട്ട് ഇറങ്ങി. അപ്പോൾ അയാളിവിടെ വന്നിട്ട് നമുക്കൊന്ന് അയാളൊന്ന് പോയി കാണണം എന്ന് വെച്ചാൽ എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ, ഈ രാജ്യത്ത് ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ, പാർപ്പിടമില്ലാതെ വലഞ്ഞ് തിരിയുന്ന മനുഷ്യരാശിയുടെ ചൂടുള്ള പ്രശ്നങ്ങൾ, ഇതൊന്നും കാവ്യത്തിന് വിഷയമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കവിത നിലനിൽക്കുക? എന്ത് കവിത? രോഷാകുലം. അപ്പോൾ എനിക്കും തോന്നി കൊള്ളാം, നല്ല കാര്യം, എന്നാൽ പോകാം. പക്ഷേ അങ്ങനെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് അങ്ങനെ അങ്ങോട്ട് വേണോ നമ്മൾ? അപ്പോൾ അപ്പോഴാണ് ഇയാളെ കണ്ടത്. ഓട്ടൂർ ഇറങ്ങി വരുന്നു അമ്പലത്തിൽ നിന്ന്, ശിവക്ഷേത്രത്തിൽ നിന്ന്. അപ്പം ഇവൻ പറഞ്ഞതൊക്കെ ബോധ്യമായെങ്കിലും ഓട്ടൂരിനെ കണ്ടതോടുകൂടി അവിടെ പോയി ഈ കാര്യം സംസാരിക്കുക എന്ന കാര്യം ഞാൻ ഉപേക്ഷിച്ചു. കാരണം പരമസ്വാത്വികനായ ഒരു അസ്ഥിമാത്ര ശരീരനായ ഒരു മനുഷ്യൻ, അങ്ങനെയാണ് ഇവൻ പോയത്. പോയി കണ്ടു കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചു വന്നു. അപ്പോൾ പോയ സമയത്തുണ്ടായിരുന്ന ഒരാവേശവും തിരിച്ചു വരുമ്പോഴില്ല.
മാനേജ എന്തു പറ്റി എന്ന് ചോദിച്ചു. ഓഫ്, ഞാൻ പറഞ്ഞടാ. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങേര് പറയണേ, കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്, എഴുതണം. ഞാനിപ്പോൾ ഒരു വിഷയം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണനെക്കുറിച്ച്. അതൊന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടി പറഞ്ഞ വിഷയം ഒരിക്കൽ ഞാൻ എഴുതുവാന്ന്. വിപ്ലവം. കാരണം ശ്രീകൃഷ്ണനെ പറ്റി എഴുതാനുള്ള ജന്മമാണ്. അത് തീരില്ലേ? അങ്ങനെ ഒരു ഇതൊക്കെ മലയാളത്തിലുണ്ടായ കഥകളൊക്കെയാണ് അവര്. ഇപ്പോൾ നമ്മൾ കാണുന്നവരൊക്കെ എത്രയോ തരത്തിൽ ഇതായിപ്പോയി. രാധാകൃഷ്ണൻ പക്ഷേ ഈ മഹാരാജാസ് ആത്മവിശ്വാസം നൽകിയെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ രാധാകൃഷ്ണൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷിലൊക്കെ പ്രസംഗിക്കുമായിരുന്നു. അത് അസാധാരണമാണത്. അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഞാൻ ഈ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു. ഇന്നത്തെ പോലെയൊന്നും അല്ലല്ല. അതിന് ശേഷമാണ് പൊല്യൂട്ടഡായി പോയത്. കോളേജിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചല്ലോ. ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യമില്ലല്ലോ. പിന്നെ അത് തന്നെയല്ല, എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല, ഞാൻ ഈ കവിതയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഗൗരവത്തിൽ പറയണമെന്ന് വെച്ചാൽ എന്നെ മലയാളം പഠിപ്പിച്ചിരുന്നത് ഒന്ന് NN ചാക്യാർ, കേട്ടിട്ടുണ്ടാകും, കൂത്തൊക്കെ പറഞ്ഞിരുന്നു. NN ചാക്യാർ. 2 PP പരമേശ്വര വാര്യർ, ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. 3 രാധാകൃഷ്ണപിള്ള, അദ്ദേഹം അരൂർ വലിയ മുതലാളിയൊക്കെ ആയിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവരാണ് മലയാളം പഠിപ്പിക്കുന്നത്. എല്ലാവരും ഹെജമണിയുടെ ആളുകളാണ്. ഹെജമണിയാണ്, ബ്രാഹ്മണിക്കൽ ഹെജമണിയാണ്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഹെഡ് മിസ്ട്രസ് മന്നത്ത് രാമമേനോൻ്റെ ഭാര്യ ഗൗരി ആർ മേനോനാണ്. അവർ വെറുതെ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ശാന്തമാണ്. ഹിന്ദി പഠിപ്പിച്ചിരുന്നത്, അതാണ് ഞാൻ ഹിന്ദി എടുക്കാനുള്ളൊരു കാരണം, സെക്കൻഡ് ലാംഗ്വേജായിട്ട്. ഹിന്ദി പഠിപ്പിച്ചിരുന്നത് ഗംഗാധര മേനോൻ എന്ന് പറയുന്ന താടിവാലയാണ്, താടിയൊക്കെ വെച്ചിട്ടാണ്. അദ്ദേഹം പഠിപ്പിച്ച എല്ലാ ഹിന്ദിയും മറന്നുപോയിട്ടും ഞാൻ ഒരു വാക്യം മറന്നിട്ടില്ല. ജാൻ ജായ് പർ ആൻ ന ജായ്, ജീവൻ പോയാലും ആത്മാഭിമാനം വിട്ടുകൊടുക്കരുത്. വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പാഠങ്ങളാണ്, അതാണ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നത്. നിൻ്റെ ജീവൻ പോയാലും ആത്മവിശ്വാസം വെച്ച് ആത്മാഭിമാനം വിട്ട് നീ കളിക്കരുത് എന്ന് കുഞ്ഞു മനസ്സിലേക്ക് സന്ദേശം എത്തിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു. മാത്മാറ്റിക്സ് പഠിച്ചിരുന്ന പുഷ്പം ഡേവിസ്, ബാംഗ്ലൂരായിരുന്നു, അവർ മരിച്ചു. തൃപ്പൂണിത്തുറ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ബേബി കമലൻ ടീച്ചർ മാത്മാറ്റിക്സ് പഠിപ്പിച്ചിരുന്നതാണ്. ഫിസിക്സ് കെമിസ്ട്രിയും പഠിപ്പിച്ചിരുന്ന ജോർജ് സാറ്. പിന്നെ സോഷ്യൽ സ്റ്റഡീസും ഇംഗ്ലീഷും പഠിപ്പിച്ചിരുന്ന നസീം ടീച്ചർ. പിന്നെ അബ്ദുള്ള കുട്ടി മാഷ്. ഇംഗ്ലീഷ് മാത്രം പഠിപ്പിച്ച ഫൂൾസ് പ്ലീസ് ഗെറ്റ് അവേ ഫ്രം മൈ ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. റെന്നാൻ മാർട്ടിൻ, ഞങ്ങൾ 8ലും 9ലും വെച്ച് റെന്നാൻ മാർട്ടിൻ പഠിപ്പിച്ചു തന്ന ഇസ്മായിൽ സാറ്. എത്ര പേര് എല്ലാവരും ഓർക്കുന്നു, വലിയ കാര്യമാണ്. അവരൊക്കെ പഠിപ്പിച്ചു തന്നാണുള്ളത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് പ്രസംഗത്തിലേക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോയത് അബ്ദുള്ള കുട്ടി സാറാണ്. അപ്പോൾ അന്നെന്ന് വെച്ചാൽ ഒരു ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ ഒരാൾ വേണം. അപ്പോൾ അന്ന് ഈ ഇംഗ്ലീഷ് പ്രസംഗിക്കാൻ ആൾ വേണമെന്ന് എനിക്ക് ഇംഗ്ലീഷിനല്ല മാർക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്നെ ഒരു ഇംഗ്ലീഷ് പ്രസംഗം പഠിപ്പിക്കുകയാണ്, എഴുതി തന്നിട്ട് മുഴുവൻ ഞാനിങ്ങനെ കാണാതെ പഠിച്ച് റെഡിയായിട്ട് പോയി. ഗേൾസ് ഹൈസ്കൂളിലാണ് പ്രസംഗോത്സവം നടക്കുന്നത്. അവിടെ പോയി പ്രസംഗം തുടങ്ങി. ഗേൾസ് ഹൈസ്കൂളായതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നു? അല്ലാതെ തന്നെ മാഷനല്ലേ പ്രിപ്പയർ ചെയ്യിക്കുന്നത്. എന്നിട്ട് മാഷിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ, അന്ന് അത്തരം ഒരു സങ്കല്പമൊന്നും മനസ്സിലേക്ക് വന്നിട്ടില്ല. അതിനുള്ള സമയവും ഇല്ല, അതിനുള്ള സാഹചര്യവും ഇല്ല, സാമ്പത്തികമില്ലാതെ എൻ്റെ രാമ എന്ത് പ്രണയം. സാമ്പത്തികമാണല്ലോ പ്രണയത്തിൻ്റെ ഒരടിത്തറ. കാരണം മനുഷ്യന് എന്താണ് പറയണത്, സൗമനസ്യത്തോടു കൂടി ഇരുന്ന് പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളൊരു ഒരു സാഹചര്യം വേണമല്ലോ. അപ്പോൾ അതില്ല. അതുകൊണ്ട് പ്രണയം തലപൊക്കിടാതെ ഇന്ന് അണലിപ്പാമ്പ് കണക്ക് നിദ്രയായെന്ന് കുമാരനാശാൻ പറയുന്ന രീതിയിൽ അത് കിടക്കണം. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല. ആ പ്രസംഗിച്ച് പക്ഷെ ഒരു അവസാനത്തെ 1 മിനിറ്റ് ആയപ്പോഴേക്കും ഞാനൊരു വാക്ക് മറന്നുപോയി. ധാണ്ട് കിടക്കുന്നു. പ്രസംഗം കുളമായി, ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനിങ്ങനെ പോകുന്നു.
അതിനുശേഷം പിന്നെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കാണാതെ പഠിച്ചു പോയി ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ അന്ന് മാരേജ് കോളേജിൽ വരുമ്പോൾ വേറൊരു കാര്യമുണ്ട്. മാരേജ് കോളേജിൽ MA ക്ലാസ്സുകളിലൊക്കെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കണം. ഞാൻ KSUക്കാരനാണല്ലോ. അപ്പോൾ അന്ന് മാരേജ് കോളേജിൽ ഇതുപോലെ തന്നെ പഠിച്ചു പോയിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധാരണ ഈ യൗവനത്തിൽ ഈ മറ്റേ വിപ്ലവത്തോടും മാർക്സിസത്തോടും ഒക്കെ വായിക്കുന്നവർക്കൊക്കെ ഒരു താല്പര്യം വരുന്ന കാലത്ത് എന്തുകൊണ്ടാണ് ഈ ഗാന്ധിയോട് താല്പര്യം വന്നത്? അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഈ കമ്മ്യൂണിസത്തോട് എനിക്ക് ഒരിക്കലും യോജിപ്പുണ്ടായിട്ടില്ല. എൻ്റെ ഒരു പ്രശ്നം വളരെ ലളിതമാണ്. 2 മനുഷ്യർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള എളുപ്പമാർഗം ഒരുത്തൻ വേറൊരുത്തനെ കൊല്ലുന്നതാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് അന്നും യോജിപ്പില്ല, ഇന്നും യോജിപ്പില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ പരസ്പരം എത്ര വട്ടം കൊല്ലണം? നമുക്ക് യോജിപ്പുകളല്ലല്ലോ ഉള്ളത്, കൂടുതൽ വിയോജിപ്പുകളല്ലേ. എൻ്റെ സുഹൃത്തുക്കളിലെ മിക്കവാറും പേര് കമ്മ്യൂണിസ്റ്റുകാരുമല്ലേ. ബാലേന്ദ്രൻ ഒരു ആജന്മ എന്താ പറയണ ഒരു നേർച്ചക്കോഴി പോലത്തെ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ. അവൻ വിപ്ലവത്തിൽ തുടങ്ങിയിട്ടൊക്കെ വരുന്ന ഒരുത്തനല്ലേ. അപ്പം അങ്ങനെ പറ്റുമോ നമുക്ക്? അതുകൊണ്ട് എനിക്ക് പിന്നെ കമ്മ്യൂണിസം ഞാൻ നേരെ ചൊവ്വേ പഠിച്ചിട്ടുണ്ട്, ഒരു ഫിലോസഫി എന്ന നിലക്ക്. അത് ഒരു ശുദ്ധ ഹമ്പക്കാണ്. അതിനൊരു എപ്പിസ്റ്റമോളജിക്കൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ട്, മെറ്റഫിസിക്കൽ അബ്സർഡിറ്റി ഉണ്ട്, പിന്നെ എത്തിക്കൽ അൺസർട്ടനിറ്റിയും ക്രൂവൽറ്റിയും ഉണ്ട്. അങ്ങനെയുള്ളൊരു സാധനത്തെ എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഗാന്ധി എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള കക്ഷിയാണ്. കാരണം ജീവിതം വെച്ചാണ് കളിക്കുന്നത്, തിയറി വെച്ചിട്ടല്ല. ഇത് ജീവിതം വെച്ച് കളിക്കുകയാണ്. ഒരു കാര്യം തെറ്റിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റായി പോയി എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ ഒരു മടിയുമില്ല. അത് ചെറിയ കാര്യമല്ലല്ലോ. അതൊരു സത്യമാണ്. കാരണം ഗാന്ധി അദ്ദേഹത്തിന്റെ തെറ്റുകൾ മുഴുവൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റുകൾക്കാണെങ്കിൽ തെറ്റ് പറ്റുന്ന പ്രശ്നമേ ഇല്ല. അതാണ് പ്രശ്നം. ഇനി അഥവാ പറ്റണമെങ്കിൽ 25 കൊല്ലം കഴിയണം. കാരണം ഗാന്ധി അങ്ങനെ മാപ്പിള ലഹള തന്നെ. രാമൻ അതിനകത്തൊരു വിദഗ്ധ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ് രാമൻ, എൻ്റെ അറിവിൽ. മാപ്പിള ലഹളയുടെ സകല പശ്ചാത്തലങ്ങളും അതിൻ്റെ ഒറിജിനൽ രേഖകളും ആ രേഖകൾ കണ്ടെത്തി നാട്ടുകാരെ അറിയിക്കുന്നതിലൊക്കെ വലിയ സേവനം നടത്തിയിട്ടുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, ഗാന്ധി ഇപ്പോൾ അതിനെ തള്ളിപ്പറഞ്ഞു. ഒരു സംഘം മാപ്പിളമാർ ചെയ്യുന്നത് എന്തോ എന്ന് അവരുടെ ശുദ്ധ ഭ്രാന്താണ്, അത് എന്തോ എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ചെറിയ കാര്യമാണ് അത്. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് അതിനുള്ള ആത്മധൈര്യം അന്നും ഉണ്ടായിരുന്നില്ല, ഇന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.